മണ്ണാർക്കാട് ആശുപത്രിപ്പടിയിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജ് മുറിയിൽ നടത്തിയ പരിശോധനയിൽ MDMA ഉൾപ്പെടെയുള്ള രാസലഹരിയുമായി യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. പ്രതികളിൽ നിന്ന് ലഹരി വസ്തുക്കൾക്ക് പുറമെ ലഹരി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അളക്കാനുള്ള ത്രാസ്, സിപ്പ് കവറുകൾ കൂടാതെ ലൈംഗിക ഉത്തേജക മരുന്നുകളും പോലീസ് പിടിച്ചെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മണ്ണാർക്കാട് SI രാമദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം രാവിലെ 10:25 ലോഡ്ജിലെത്തിയത്. റിസപ്ഷനിലെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം സംഘം 706 നമ്പർ മുറിയിലെത്തി. ആദ്യം വാതിൽ തുറക്കാൻ താമസിച്ചെങ്കിലും പോലീസ് ആണെന്ന് അറിയിച്ചതോടെയാണ് നീല ടീഷർട്ടും ജീൻസും ധരിച്ച സ്ത്രീ വാതിൽ തുറന്നത്. മുറിയിൽ കോഴിക്കോട് വെള്ളയിൽ കലിയാട്ടുപറമ്പിൽ സ്വദേശിനി മർജീന ഫാത്തിമ, മണ്ണാർക്കാട് തെങ്കര മണലടി സ്വദേശി അപ്പക്കാടൻ മുനീർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. തുടർന്നുള്ള പരിശോധനയിലാണ് രാസലഹരിയും കഞ്ചാവും കണ്ടെത്തിയത്. പിടിയിലായ മർജീന കഴിഞ്ഞ 5 വർഷമായി ലഹരിക്ക് അടിമയാണെന്നും ലഹരി തേടിയാണ് ഒരു സുഹൃത്ത് മുഖേന മണ്ണാർക്കാട് എത്തിയതെന്നും പോലീസ് അറിയിച്ചു. ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി 2 ദിവസത്തേക്ക് ലോഡ്ജ് മുറി ബുക്ക് ചെയ്ത് നൽകിയത് മലപ്പുറം തിരൂർക്കാട് സ്വദേശിയായ 3ാം പ്രതി നിഹാലാണ്. മണ്ണാർക്കാടും സമീപ പ്രദേശങ്ങളിലും ലഹരി വിൽപ്പന നടത്തുന്ന അപ്പക്കാടൻ മുനീറിനെ മർജീനയ്ക്ക് പരിചയപ്പെടുത്തിയതും നിഹാലായിരുന്നു. മുനീർ MDMA, കഞ്ചാവ് എന്നിവയുമായി മർജീനയുടെ അടുത്തേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു പോലീസ് പരിശോധന.